ബാലി എന്ന് പറയുമ്പോൾ കുറേ നാളായിട്ട് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായൊരു സ്ഥലമാണ്. ആക്ച്വലി ഈ സാധനം കൈ കിട്ടുന്നവരെ നമുക്ക് ഒരു ഉറപ്പുണ്ടായില്ല പോകാൻ പറ്റുമെന്ന്. ബട്ട് എങ്ങനെയോ കിട്ടി. പിന്നെ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോയത്. നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നില്ല, കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലോട്ട്, പിന്നെ കോലാലംപൂർ ടു ഇന്തോനേഷ്യ. അപ്പോൾ കോലാലംപൂരിൽ ഒരു 14 hours ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ നമ്മളവിടെ ഒരു റൂമൊക്കെ എടുത്തു, ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്തു, ഉറങ്ങി. സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഷാണ് ലക്സ എന്ന് പറയുന്നത്. കുറച്ച് സൂപ്പ്, പിന്നെ കുറച്ച് നൂഡിൽ, പിന്നെ കുറച്ച് മീറ്റ്, എഗ്ഗ്, അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പം എയർപോർട്ടിൽ ചെന്നപ്പോൾ തൊട്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് അത് കഴിക്കുന്നുണ്ട്. സോ നമ്മളും അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നും പറയാനില്ല, നമ്മൾ കേരളൈറ്റ്സിന് കുറച്ച് സ്പൈസും ഫ്ലേവറും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു അതിൻ്റെ ടേസ്റ്റ്. ആ ഒരു പൊങ്ങിക്കിടക്കുന്ന ഒരു പ്രോൺ കണ്ടു, അത് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ബാക്കി ഫുള്ള് കഴിച്ചത് ഒരാളാണ്. ഈ ഉറക്കം നമ്മുടെ മെയിനാണല്ലോ, എവിടെ പോയാലും നമ്മുടെ മെയിൻ വിട്ട് നമ്മൾ കളിക്കില്ലല്ലോ. അങ്ങനെ എയർപോർട്ട് ഫുള്ള് ചുറ്റി കറങ്ങി ഒരു വഴിയായി ഫൈനലി നമ്മൾ ഇന്തോനേഷ്യക്കുള്ള ഫ്ലൈറ്റ് എടുത്തു. നമ്മൾ വെളുപ്പിന് ഒരു 2 മണിയൊക്കെ ആയപ്പം ഇന്തോനേഷ്യ എയർപോർട്ടിലെത്തി. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെ ആൾ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നേരം വെളുത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഇവിടുത്തെ കറൻസി ആയിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. ഫോട്ടോ കണ്ട് പേടിക്കേണ്ട, നമ്മൾ അത്ര പൈസക്കാരൊന്നുമല്ല. ഇന്ത്യൻ റുപ്പി ഒരു 8,000 കൊടുത്തപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഇവിടെ ആക്ച്വലി കറൻസിക്ക് ഭയങ്കര മൂല്യം കുറവാണ്. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡൊക്കെ രാവിലത്തെ കഴിച്ചു. നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. പക്ഷെ കിട്ടിയത് ഇതാണ്. നമ്മുടെ ആക്ച്വൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡാണ്, ന്യൂസ പെനിഡ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൂട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് എയർപോർട്ടിൻ്റെ അടുത്ത് ടൗൺ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ആ ഐലൻഡിലോട്ട് പോകാനായിട്ട് ഒരു സ്പീഡ് ബോട്ട് എടുക്കണം. അപ്പം അതിവിടെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് സ്റ്റാർട്ടാവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി അതൊക്കെ ഫുൾ ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ആ സ്പീഡ് ബോട്ടുള്ള സ്ഥലത്തോട്ട് പോയി. നമ്മൾ ഷാർപ്പ് 2 o'clock ആയപ്പോൾ ഐലൻഡ് എത്തി. അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഒരു സ്കൂട്ടർ രണ്ടിനെടുത്തു. ഐലൻഡിൽ ചെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ടിൽ പോയി. ചുബാങ് ലുതാങ് അങ്ങനെയാണ് അതിൻ്റെ പേര്. അതിപ്പോൾ റീസെൻ്റായിട്ട് പണിയിട്ടേ ഉള്ളൂ. എനിക്കൊന്നും നമ്മൾ നിന്ന റൂമിൽ ഫസ്റ്റായിട്ട് നമ്മളായിരുന്നു ആദ്യത്തെ കസ്റ്റമേഴ്സ്. ഇത് ഇവിടുത്തെ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഫ്രൈ ആണ്. ഇവിടുത്തെ സ്വീറ്റ് പൊട്ടറ്റോ ഈ കളറാണെന്ന് തോന്നുന്നു. നല്ല ശാന്തസുന്ദരമായ അറ്റ്മോസ്ഫിയർ. പോരാത്തേനോ ഹരിതാപം പച്ചപ്പും വേറെ. ഈ റിസോർട്ടിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. ആക്ച്വലി നമ്മളത് കണ്ടിട്ടില്ലായിരുന്നു. ശരിക്കും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി അതും ഭയങ്കര അപ്രീഷിയേറ്റബിളാണ്. ഇവിടുത്തെ നൈറ്റ് വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു അത്. ആക്ച്വലി ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പോയെന്ന് നമ്മൾ അറിഞ്ഞില്ല. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കെലിങ്കിങ് ബീച്ചിലോട്ടാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ബീച്ചിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെ കുറച്ച് മാൻമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എടുത്ത ഫോട്ടോസാണിതെല്ലാം.
ഇറങ്ങിയൊരു ഹാഫ് ഡേ ആകുമ്പോഴത്തേക്കും കാണാൻ പറ്റും ഒരു ഡിനോസറിൻ്റെ ഷേപ്പിലാണ് ആ റൂക്കിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് അപാരമാണ്. നമുക്ക് ക്യാമറയ്ക്കൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അത് ആക്ച്വലി ഇത് കണ്ടു തന്നെ ആവണം. പിന്നെ ആ വെള്ളത്തിൻ്റെ കളറെന്ന് പറയുന്നത് ശരിക്കും ഒരു റഷ്യൻ ബ്ലൂ കളറാണ്. ആക്ച്വലി ഇത് ഭയങ്കര റിസ്ക്കിയാണ്. അത് കാരണം കുറേ ആൾക്കാരൊന്നും താഴത്തോട്ട് ഇറങ്ങി പോകത്തില്ല. അതുകൊണ്ട് തന്നെ ബീച്ച് ഭയങ്കര എന്താ പറയുക, ഒട്ടും പൊല്യൂട്ടഡ് അല്ല. നല്ല നട്ടുച്ച സമയത്താണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി താഴെ എത്തി. ശരിക്കും നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ടെമ്പറേച്ചറിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. താഴെയുള്ള ടെമ്പറേച്ചർ ഭയങ്കര കൂളായിരുന്നു താഴെ ഇറങ്ങി ചെന്നപ്പോൾ. അങ്ങനെ നമ്മളൊരു മൊത്തം ഒരു 2 മണിക്കൂർ ബീച്ചിൽ ഫുൾ സ്പെൻഡ് ചെയ്തു. ബീച്ചിൽ ആക്ച്വലി ഇന്ത്യൻസ് വളരെ കുറവായിരുന്നു. എനിക്കൊന്നും ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ഇന്ത്യയിൽ നിന്ന്. ബാക്കി എല്ലാവരും റഷ്യൻസ്, ചൈനീസ്, അന്ന് ചൈനക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിയ പോലെ തന്നെ തിരിച്ച് മുകളിലോട്ട് കയറി ഫുൾ എനർജിയൊക്കെ പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ശരിക്കും എക്സോസ്റ്റഡായി, പക്ഷേ ശരിക്കും വേർത്തായിരുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയ്ക്ക് നമുക്ക് ഓർത്തിരിക്കാനുള്ളൊരു മെമ്മറി ആയിരുന്നു അത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മളവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്നൊരു 5 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സ്ഥലത്താണ് നമ്മൾ പിന്നെ റൂം എടുത്തത്. ജോന ബംഗ്ലാവ് എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ റൂമൊക്കെ വളരെ ചെറുതാണ്, പക്ഷേ എല്ലാം ഭയങ്കര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗാർഡൻ ആണെങ്കിലും പൂളാണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കാണാൻ. ഉച്ചയ്ക്ക് അവിടെ അടുത്ത് തന്നെ ടൗണിൽ നിന്ന് ഒരു കഫേയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പക്ഷേ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. നമ്മൾ 2 പേര് കഴിച്ചതും ദുരന്തമായിരുന്നു. അപ്പം അതൊന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്മൂത്തി കഴിച്ചു തൊട്ടപ്പുറത്തെ കഫേയിൽ നിന്ന്. അത് പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിലുണ്ട്. പക്ഷെ അന്ന് നമുക്ക് 8ൻ്റെ പണി കിട്ടി. നല്ല മഴയായിരുന്നു. പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മളൊരു വലിയൊരു കാര്യം ചെയ്തു. അടുത്ത ദിവസത്തേക്ക് രാവിലത്തേക്ക് സ്നോർക്ലിങ്ങിന് പോയി നമുക്ക് 2 പേർക്കുള്ളതെല്ലാം ഫുൾ ബുക്ക് ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ വന്നു. അവിടെ അടുത്തുള്ളൊരു കഫേ പോയി രാത്രി ഫുഡ് കഴിച്ചു, ഉറങ്ങി. ഞങ്ങളുടെ 2 പേരുടെയും ഒരു ഭയങ്കര വലിയൊരു കോമൺ വിഷയമായിരുന്നു സ്നോർക്ലിങ് ചെയ്യണം എന്നുള്ളത്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഗോഗിൾസൊക്കെ ഇട്ടു, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു, ഫിൻസൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒരു 15 പേരും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. ഒരു 4 സ്പോട്ടിൽ നമ്മളെ ഇറക്കി. ആക്ച്വലി നമുക്കല്ല, എനിക്ക് നീന്തൽ വലിയ വശമില്ലായിരുന്നു. അപ്പം ലൈഫ് ജാക്കറ്റ് ഇട്ടേ മതിയാവും. നമുക്ക് ഇവിടെ ന്യൂസ പെനിഡ വന്നിട്ട് മിസ്സായിപ്പോയ 2 സ്പോട്ടുണ്ട്. ഒന്ന് ക്രിസ്റ്റൽ ബേ ബീച്ചും പിന്നൊന്ന് ബ്രോക്കൺ ബീച്ചും. അത് രണ്ടും നമുക്ക് ഈ സ്പീഡ് ബോട്ടിൽ പോകുന്ന വഴി കാണാൻ പറ്റി. അപ്പോൾ അവർ നമ്മളെ നിർത്തി കാണിച്ചു തന്നു, ഇതൊക്കെ അതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്പോട്ടിലെത്തി. ആക്ച്വലി ആ വെള്ളം ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറാണ്. നമുക്ക് മുകളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും അത്യാവശ്യം. പിന്നെ നമ്മൾ ഇറങ്ങി ഗോഗിൾസ് വെച്ച് നോക്കുമ്പോഴേക്കും നല്ലൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും.
സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിന്ന് വൈകിട്ട് 4 മണിക്കാണ് തിരിച്ച് ബാലിയിലോട്ടുള്ള സ്പീഡ് ബോട്ടുള്ളത്. സോ നമ്മളത് അവിടെ എടുക്കുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും കൂടെ കാണാൻ പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഗാനിങ് വാട്ടർഫോൾ ഇവിടെ അടുത്താണെന്ന് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ പോയി. പക്ഷേ അത് കുറച്ച് ട്രെക്കിംഗ് ചെയ്യാനുണ്ടെന്ന് അറിഞ്ഞ കാരണം നമ്മൾ താഴോട്ട് പോയി നോക്കിയില്ല. ആക്ച്വലി മുകളിൽ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടു. നല്ല രസമുണ്ടായി. അങ്ങനെ നമ്മൾ ന്യൂസ പെനിഡയോട് ബൈ ബൈ പറഞ്ഞു. നമ്മൾ തിരിച്ച് ബാലിയിലെത്തി. എയർപോർട്ടിനടുത്തുള്ള സ്ഥലം കൂട്ട എന്ന് പറയുന്ന സ്ഥലത്ത് തിരിച്ചെത്തി. അവിടെ നമ്മളൊരു റൂം എടുത്തു. പിന്നെ ഫുൾ ഡ്രസ്ഡപ്പായി. പിന്നെ നമുക്ക് ഇന്ത്യൻ ഫുഡ് വല്ലാണ്ട് മിസ് ചെയ്യുമായിരുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ഇന്ത്യ കട കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലോട്ട് അങ്ങ് ഇറങ്ങി. ഒരു 2 കിലോമീറ്റർ നടന്നപ്പോഴത്തേക്കും ഒരു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഷോപ്പ് കണ്ടു. നമ്മൾ അവിടെ കയറി. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി അടിപൊളിയായിട്ട് തട്ടി കയറ്റി. സോ ഗൈസ്, ഇതൊക്കെയാണ് ബാലി നൈറ്റ് സ്ട്രീറ്റിലുള്ള കാഴ്ചകൾ.
എൻ്റെ ലൈഫിലുണ്ടായതിൽ വെച്ച് ഏറ്റവും കളർഫുൾ ആൻഡ് ഫ്രഷ് മെമ്മറീസ് എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. സോ ഗൈസ്, എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ആ ട്രിപ്പ് നമുക്ക് തരുന്ന മെമ്മറീസ്, ഹാപ്പിനെസ് ഒക്കെ വേറെ ലെവലായിരിക്കും.